ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISL സീസണിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അൺസർട്ടനിറ്റി തുടരുകയാണ്. പക്ഷേ ISL നടക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഉള്ളത്. ചില ക്ലബ്ബുകളൊക്കെ തങ്ങളുടെ ഒരുക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അക്കൂട്ടത്തിലാണ് വരുന്നത്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ക്ലബ്ബ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതേസമയം ചില ക്ലബ്ബുകൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്ന ചില ക്ലബ്ബുകളുണ്ട്. ഏതായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലബ്ബ് FC ഗോവ തന്നെയാണ്. അതായത് വിദേശ സൈനിങ്ങുകൾ ഒക്കെ പൂർത്തിയാക്കി അടുത്ത ISL സീസണിന് ഇപ്പോൾ ഗോവ പൂർണ്ണ സജ്ജരാണ്. അവരുടെ വിദേശ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുതുതായി കൊണ്ട് 2 വിദേശ താരങ്ങളെ, സ്പാനിഷ് താരങ്ങളെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ഡേവിഡ് ടിമോർ ആണ്, സെൻട്രൽ മിഡ്ഫീൽഡർ ആണ്, മികച്ച താരമാണ്. അതുപോലെ തന്നെ പ്രതിരോധ നിരയിലേക്ക് പോൾ മൊറീനോയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹവും സ്പാനിഷ് താരമാണ്. ഇങ്ങനെ 2 സ്പാനിഷ് സൂപ്പർ താരങ്ങളെ പുതുതായി കൊണ്ട് ടീമിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ FC ഗോവക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഹവിയർ സിവേരിയോയെ കൂടി ഇപ്പോൾ ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട്. ഗോവയുടെ വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐക്കർ ഗുവാറോച്ചന അവിടെയുണ്ട്, അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഹ ഹെരേര മധ്യനിരയിൽ ഉണ്ടാകും. അതിന് പുറമെയാണ് ഡേവിഡ് ടിമോർ വരുന്നത്. കൂടാതെ പോൾ മൊറീനയുണ്ട്. അതുപോലെ തന്നെ ഡയാൻ ഡ്രാസിജ് കൂടി അവിടെ തുടരുകയാണ്. ഇതിന് പുറമെ ഹവിയർ സിവേരിയോ വരുന്നുണ്ട്. ഇങ്ങനെ കിടിലൻ വിദേശ താരങ്ങളെ തന്നെയാണ് അവർ ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എങ്ങനെയാവും അടുത്ത സീസണിലേക്കുള്ള ഗോവയുടെ ഒരു സാധ്യതാ ലൈനപ്പ്, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫൂട്ട് ഗ്ലോബ് ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഹൃത്തിക് തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സന്ദേശ് ജിങ്കൻ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. അദ്ദേഹത്തോടൊപ്പം ആയിരിക്കും പോൾ മൊറീനോ വരിക. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് സാങ് വാനും ബോറിസും ആയിരിക്കും ഉണ്ടാവുക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടിമോർ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ബോർഹയും ഉണ്ടാകും. ഹർഷ് അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി മുന്നേറ്റ നിരയിൽ ഐക്കർ ഗുവാറോച്ചന വരും. അതുപോലെ തന്നെ വിംഗർമാരായിക്കൊണ്ട് ബ്രൈസണും യാസിറും ഉണ്ടാകും. ഒരു കിടിലൻ ടീം തന്നെയാണ് FC ഗോവക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കൂടാതെ ACL 2 കൂടി അവരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സൂപ്പർ കപ്പ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഏതായാലും അടുത്ത ISLന്റെ കിരീട പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ FC ഗോവക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.